ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ പുഡിംഗ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്തത് ഡാൽഗോണ ക്യാൻഡി വെച്ചിട്ടാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡാൽഗോണ ക്യാൻഡി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ പാന് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കാരമലൈസായി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തായാലും മതി. ഇപ്പോൾ നല്ലോണം നമ്മളെ ഷുഗറൊക്കെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കളർ ചേഞ്ചായിട്ട് നല്ല പതഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം തണുത്ത് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലോണം പൊടിച്ചിട്ടെടുക്കണം. തണുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും നമ്മളെ ക്യാൻഡി. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അധികം പൊടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ ആക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ബേസായിട്ട് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചൂട് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓറിയോ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് എടുത്തതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രേക്ക് അനുസരിച്ച് ബിസ്ക്കറ്റിങ് നിരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ക്രഷായിട്ട് ഇത് കിട്ടും. അപ്പോൾ നല്ലോണം എല്ലായിടത്തും നല്ലോണം ഫില്ല് ചെയ്യണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. നമുക്ക് ക്രീമിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ 2 സാഷെ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പാല് തണുത്തത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വിപ്പാക്കിയിട്ടെടുക്കുക. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് വിപ്പ് ചെയ്തിട്ടെടുക്കണം. കുറച്ചൊന്ന് വിപ്പായതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ഇതൊരു സോഫ്റ്റ് പീക്സ് ആവണ വരെ നമുക്ക് വിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കമത്തിയാൽ ഇങ്ങനെ താഴോട്ട് വീഴരുത്, ആ രീതിയിൽ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിനനുസരിച്ച് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എത്രത്തോളം നമുക്ക് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം കൂടി പോകരുത്, നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം ബിസ്ക്കറ്റിൻ്റെ, അത്ര മതി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബിസ്ക്കറ്റും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബിസ്ക്കറ്റ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലോട്ടും ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ 3rd ലെയറായിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ ഇവിടെ ന്യൂട്ടെല്ലാണ് എടുത്തത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് ന്യൂട്ടെല്ല എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് മെൽറ്റാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടാക്കി എടുക്കണം വെള്ളത്തിലോട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചും കൂടി അങ്ങ് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി പാല് ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്മൂത്തായിട്ട് നമ്മളെ ക്രീമിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ബിസ്ക്കറ്റും ചോക്ലേറ്റ് സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണിത്. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കണ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ കുറേശ്ശെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഐസ്ക്രീമൊക്കെ കഴിക്കണ പോലെ കുറേശ്ശെ സെർവ് ചെയ്തിട്ട് കഴിക്കുക. ഇനി നമുക്കിത് സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റാം. ആ സമയത്ത് നമുക്ക് ഡാൽഗോണ ക്രീം ഉണ്ടാക്കിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും
ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളവും 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി നമുക്ക് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കോഫി പൗഡർ കുറച്ച് അളവിലേ ചേർക്കുന്നുള്ളൂ. നമ്മൾ പുഡിങ്ങിന് അധികം കോഫി പൗഡർ ചേർത്താൽ ഒരു കയ്പ്പ് രസം വരും, അതിനുകൊണ്ടാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ കോഫി പൗഡറും ഷുഗറൊക്കെ ഒന്ന് നല്ലോണം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കളർ ചേഞ്ചായി ഇത് വിപ്പായി വരുന്നത് നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടി നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമ്മൾ പുഡിങ്ങിലോട്ടായതുകൊണ്ട് കുറച്ചൊന്ന് ലൂസ് നല്ല ക്രീമി ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കോഫി പൗഡറിന് കുറച്ച് കളർ കുറവാണ്, അതിനുകൊണ്ട് ലൈറ്റായിട്ട് നിൽക്കുന്നത്. നെസ്കാഫിയൊക്കെ ഒന്നും കൂടി കുറച്ച് കളർ ഉണ്ടാവും. ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണും കൂടി വാനില എസൻസ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ലെയർ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി ക്രീം ചേർത്തിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മൂത്താക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ക്രീമൊക്കെ നല്ലോണം സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് എടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രിങ്കിങ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാൽഗോണ കാൻഡി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് മെൽറ്റായിട്ട് പോകും. അത് കാരമലൈസ് ചെയ്ത് എടുത്തതാണല്ലോ, അപ്പോൾ അതിനെക്കൊണ്ട് വേഗം തന്നെ അതിൻ്റെ ഷുഗർ മെൽറ്റായിട്ട് പോകും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.